നെക്സ്റ്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിള്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഇതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഒരു ഫെച്ചിങ് ഉണ്ടാവും, ഒരു ഡീകോഡിങ് ഉണ്ടാവും, ദെൻ എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്യുന്നുണ്ടാവും, ദെൻ എക്സിക്യൂഷൻ. ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് ഫെച്ചിങ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ കറസ്പോണ്ടിങ് ബൈനറി ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുത്തുകൊണ്ട് വന്നാൽ അതുപോലെ നമുക്ക് ചെയ്യേണ്ടുന്ന ഒന്ന്. ഇപ്പോൾ ഞാനൊരു ഇൻസ്ട്രക്ഷൻ ആഡ് എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. അതാണ് ഫെച്ചിങ് എന്ന് പറയുന്നത്. ഫെച്ചിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ദാറ്റ് മീനിങ് റീഡിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, എടുത്തുകൊണ്ട് വരിക. നെക്സ്റ്റ് ഡീകോഡിങ്. ഈ ഇൻസ്ട്രക്ഷനെ ആഡ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തുകൊണ്ട് വന്നാൽ അത് IR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് കൊണ്ടുവെക്കും. ദെൻ അതിനെ നമ്മുടെ പ്രോസസ്സർ ഡീകോഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ റീഡിങ് ദി എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇൻ കേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഹാവിങ് ആൻ ഇൻഡയറക്റ്റ് അഡ്രസ്. ആ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എയും ബിയും ഇത് രണ്ട് രജിസ്റ്റേഴ്സ് ആണെങ്കിൽ എനിക്ക് മെമ്മറിയിൽ നിന്ന് പിന്നീട് ഫെച്ച് ചെയ്യേണ്ട കാര്യമില്ല. എയിലും ബിയിലും വാല്യൂസ് ഉണ്ട്. ഇൻ കേസ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത് ആഡ് എ കോമ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്ന വാല്യൂവിലിരിക്കുന്ന അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റ എന്താണോ അതിനെ എന്ത് ചെയ്യുക, എടുത്തുകൊണ്ട് വരിക. അതും അക്യുമുലേറ്റർ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്യുക. ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റായിട്ട് 1000 2000 3000 ഒന്നും പറയുന്നില്ല. എം എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് മെമ്മറി ലൊക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ എടുത്തു, അതിനെ ഡീകോഡ് ചെയ്തു. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന ഓപ്പറൻസ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഓപ്പറൻസ് മെമ്മറിയിലാണെങ്കിൽ ആ മെമ്മറി അഡ്രസ്സ് കൊടുത്ത് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് ഒരു അഡ്രസ്സ് കൊടുക്കാതെ എം എന്നോ LOC എന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് വരിക. അതാണ് റീഡിങ് ദി എഫക്റ്റീവ് അഡ്രസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് എടുത്തുകൊണ്ട് വന്ന് ഡീകോഡ് ചെയ്തു. എയും ബിയും അല്ലെങ്കിൽ എയും എമ്മും കറസ്പോണ്ടിങ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ നടത്താൻ. എക്സിക്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് A tends to ഒന്നുകിൽ നമ്മൾ AB ആണ് കൊടുക്കുന്നതെങ്കിൽ A tends to A plus B. ഓക്കെ, ഇനി M ആണ് കൊടുക്കുന്നതെങ്കിൽ A tends to A plus M. ഓക്കെ, അപ്പോൾ ആ കണ്ടൻറ്റ് നമ്മളവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ആ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന വേ ആണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എങ്ങനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനകത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബിറ്റുകളുണ്ടാവും. ആ ബിറ്റുകളെല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം ഓരോ ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഇങ്ങനെ ഒരു ഡേറ്റയാണ് എനിക്ക് ഡീകോഡ് ചെയ്ത് എല്ലാം കിട്ടിയതെങ്കിൽ ഇതൊരു വലിയ ഇൻസ്ട്രക്ഷൻസാണ്. ഇതിനെ ഞാൻ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ആ എങ്ങനെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയ ഇൻസ്ട്രക്ഷൻസിനെ ഞാൻ ബൈനറി ഫോംസിൽ ഡീകോഡ് ചെയ്തു. ആ കിട്ടിയതിനെ എന്ത് ചെയ്യണം, ഞാൻ ഗ്രൂപ്പ് ചെയ്ത് ഓരോരോ ഫീൽഡ്, ഇതൊന്നിനെ റെപ്രസെൻ്റ് ചെയ്യും, ഈ ബിറ്റ് വേറൊന്നിനെ റെപ്രസെൻ്റ് ചെയ്യും, ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് വേറൊന്നിനെ റെപ്രസെൻ്റ് ചെയ്യും, ഇനി വരുന്നത് വേറൊന്നിനെ. അപ്പോൾ അങ്ങനെ ഓരോന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ആ രീതിയിൽ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്ത് ഫീൽഡ് ആക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഇൻസ്ട്രക്ഷനകത്തുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പ് കോഡ് ഉണ്ട്, അഡ്രസ് ഫീൽഡ് ഉണ്ട്, മോഡ് ഫീൽഡ് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതെന്ന് പറയുന്നത് ഓപ്പ് കോഡ്. ദെൻ ദിസ് വൺ ഇസ് ഓപ്പറാൻസ് ഓർ അഡ്രസ്സസ്. ദ ലാസ്റ്റ് വൺ ഇസ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ,
അപ്പോൾ മൊത്തത്തിൽ 0 to 15 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്. 16 ബിറ്റ്. ഓക്കെ, അതിൽ ആദ്യത്തെ 0 to 11 എന്ന് പറയുന്ന 12 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനെയാണ് ആദ്യത്തെ 12 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ അത് അഡ്രസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കാം. അതായത് A, B എന്ന് പറയുന്നതാണ് ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഏതിലാണോ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3+2 എന്ന് പറഞ്ഞാൽ പ്ലസ് അവിടുത്തെ ഓപ്പറേഷൻ, അഡീഷൻ എന്ന് പറയുന്നത് 3ഉം 2ഉം അവിടുത്തെ ഓപ്പറാൻഡ്സ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ആഡ് AB ആണ് പറയുന്നതെങ്കിൽ ആഡ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻ Aയും Bയും എന്ന് പറയുന്നത് ഓപ്പറാൻഡ്സ്. ഈ ആഡ് എന്ന് പറയുന്നതിനെ നമ്മളവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയും. ആ ഓപ്പറേഷനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പ് കോഡ് റെപ്രസെൻറ്റ്സ് ദ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. എന്ത് ഓപ്പറേഷനാണോ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ഓപ്പറേഷനെയാണ് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. അഡ്രസ് ഫീൽഡ് ഡെസിഗ്നേറ്റിംഗ് എ മെമ്മറി അഡ്രസ് ഓർ എ പ്രോസസ്സർ രജിസ്റ്റർ. നമുക്ക് A രജിസ്റ്റർ എന്നോ B രജിസ്റ്റർ എന്നോ C രജിസ്റ്റർ എന്നോ പറയാം. അല്ല എങ്കിൽ M എന്ന് പറയുന്ന അല്ലെങ്കിൽ LOC എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും അഡ്രസ്സ്. അത് ഓപ്പറാൻഡ് കിടക്കുന്ന ലൊക്കേഷനായിരിക്കും. ദെൻ മോഡ് ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് മോഡ് ഫീൽഡ് സ്പെസിഫൈ ചെയ്യുന്നത്. അത് ഒരു ബിറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിനി അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 16 ബിറ്റാണ്. 16 ബിറ്റിൽ ആദ്യത്തെ റൈറ്റിൽ നിന്ന് ആദ്യത്തെ 12 ബിറ്റ്സ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഓപ്പറാൻഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ 12 to 14 എന്ന് പറയുന്നത് 3 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്പ് കോഡിനെയാണ് അല്ലെങ്കിൽ ഓപ്പറേഷനെയാണ്. ദെൻ ലാസ്റ്റ് 1 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡിനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ നമ്മുടെ ഈ ഒരു ലെങ്തി ഡേറ്റ ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ 12 ബിറ്റ്സ് എന്ന് പറയുന്നത് അഡ്രസ്സ് അല്ലെങ്കിൽ ഓപ്പറാൻഡ്, അടുത്ത ഒരു 3 ബിറ്റ് എന്ന് പറയുന്നത് ഓപ്പ് കോഡ്, അടുത്ത ഒരു 1 ബിറ്റ് എന്ന് പറയുന്നത് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം, 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം, 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇത് ജനറൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റാണ് പറയുന്നത്. നമ്മളല്ലാതെ ആക്ച്വൽ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് പറയുന്നുണ്ട്. ഇതൊരു ജനറൽ കേസ് അഡ്രസ്സിങ് ഫോർമാറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 അഡ്രസ്സിങ് അല്ലെങ്കിൽ 3 ഓപ്പറാൻഡ്സ് വരിക. അതാണ് 3 അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആഡ് R1, R2, R3 എന്ന് പറയുന്നത് ഒരു 3 അഡ്രസ് ഇൻസ്ട്രക്ഷനാണ്. അതിനകത്ത് R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്, 3 അഡ്രസ്സുകളുണ്ട്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് R1ലേക്ക് എന്തെടുത്ത് വെക്കും, R2ഉം R3യും കൂടി ആഡ് ചെയ്യുന്നത് R1ലേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതൊരു രജിസ്റ്ററാണ്, ഇതൊരു രജിസ്റ്ററാണ്, ഇതൊരു രജിസ്റ്ററാണ്. വേണമെങ്കിൽ ഇത് മെമ്മറി ലൊക്കേഷൻസും ആവാം. അപ്പോൾ ഇതിനകത്ത് 3 ഓപ്പറാൻഡ്സ് അല്ലെങ്കിൽ 3 അഡ്രസ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ദെൻ 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഡ് R1, R2. അവിടെ എന്താണ്, ഒരു ഡേറ്റ R1 എന്ന് പറയുന്നതിനകത്ത് ഡേറ്റ വാല്യൂവും ഉണ്ട്. ആ R1 തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ R1 സ്റ്റോറിങ്ങിന് വേണ്ടി മാത്രമേ 3 അഡ്രസ്സിനകത്ത് യൂസ് ചെയ്തോളൂ. അതേസമയം 2 അഡ്രസ്സിനകത്താണെങ്കിൽ R1 സ്റ്റോറിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്, അഡീഷൻ്റെ ഒരു ഓപ്പറാൻഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ദെൻ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ ആഡ് ബി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉള്ളൂ, ബി എന്ന് പറയുന്നൊരു വാല്യൂ. ഒരിക്കലും നമുക്ക് ആഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ബൈനറി ഇൻസ്ട്രക്ഷനാണ്. അതൊരിക്കലും ഒരു ഡേറ്റയിൽ പെർഫോം ചെയ്യത്തില്ല. 2 ഡേറ്റ മിനിമം ഉണ്ടെങ്കിലാണ് അഡീഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം മാത്രം പറയുകയാണെങ്കിൽ അടുത്തത് നമ്മൾ ഡിഫോൾട്ടായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു, അക്യൂമുലേറ്റർ എന്ന് പറയുന്ന സംഭവം അല്ലേ. അപ്പോൾ ഡിഫോൾട്ട് ഡേറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫോൾട്ട് ഓപ്പറേറ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഏതാണ്,
അക്യുമുലേറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അക്യുമുലേറ്റർ ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും? എ സി ടെൻസ് ടു എ സി പ്ലസ് എം ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്, മെമ്മറി ലൊക്കേഷനാണ്. അത് ഇരിക്കുന്ന സംഭവം ആഡ് ചെയ്യുന്നു ഏതിൻ്റെ കൂടെ? അക്യുമുലേറ്ററിലുള്ള സംഭവമായിട്ട് ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ലോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിൽ മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ എടുത്ത് അക്യുമുലേറ്ററിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു എന്നാണ് ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാക്ക് പഠിച്ചു, അതിൽ സ്റ്റാക്ക് പോയിൻ്റർ ആണ്, നമ്മൾ ടോപ്പ് ഓഫ് സ്റ്റാക്കാണ് TOS എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ എടുത്ത് എവിടെ കൊണ്ടുവെക്കും? സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഒരു ഓപ്പറാൻഡ് മാത്രമേ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അടുത്ത ഓപ്പറാൻഡ് എവിടെയായിരിക്കും? ഇംപ്ലിസിറ്റ് ആയിട്ട് അത് അക്യുമുലേറ്റർ ആയിരിക്കും. ദെൻ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സും വരാത്തത്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഡ് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമെന്ന് വെച്ചാൽ ടോപ്പിലുള്ളതും ടോപ്പിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഡേറ്റയും കൂടി ആഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്ക് പുഷ് ഡൗൺ സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ സീറോ അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാക്കുമായി റിലേറ്റഡ് ഓപ്പറേഷൻസിനാണ്. അപ്പോൾ ആഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നതും അതിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഡേറ്റയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എവിടെ വെക്കും? സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് വെക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻ്റെ ജനറൽ ഫോർമാറ്റ്. 3 അഡ്രസ്സ് വരാം, 2 അഡ്രസ്സ് വരാം, 1 അഡ്രസ്സ് വരാം, 0 അഡ്രസ്സ് വരാം. ദെൻ നെക്സ്റ്റ് നമ്മുടെ മെയിൻ നമ്മുടെ ഫോർമാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവാലുവേറ്റ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി, സ്റ്റോർ ദ റിസൾട്ട് ഇൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അത് സിയും ഡിയും കൂടി അടുത്തത് ആഡ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? എക്സിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ 3 അഡ്രസ് ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എയും ബിയുമായിട്ട് ആഡ് ചെയ്തു. എയും ബിയും ഇവിടെ രജിസ്റ്റേഴ്സ് അല്ല, എയും ബിയും രണ്ട് മെമ്മറി ലൊക്കേഷൻസാണ്. അപ്പോൾ മെമ്മറി ലൊക്കേഷൻസായ എയിലിരിക്കുന്ന കണ്ടൻറ്റും മെമ്മറി ലൊക്കേഷൻസായ ബിയിലിരിക്കുന്ന കണ്ടൻറ്റും, സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് എന്നാണ്, അതിൽ രണ്ടിലും ഇരിക്കുന്ന കണ്ടൻറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ട് R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ വെക്കുന്നു. അപ്പോൾ ആഡ് R1, A, B എന്ന് പറയുന്നത് 3 അഡ്രസ് ഫോർമാറ്റ്. ദെൻ ആഡ് R2, C, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന കണ്ടൻറ്റും ഡി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് വെക്കുക. അപ്പോൾ അതും 3 അഡ്രസ് ഫോർമാറ്റ്. അടുത്തത് ഈ സം കിട്ടി, ഇത് സേ S1 എന്നായിരുന്നു, അല്ലെങ്കിൽ R1 കിടക്കുന്നു, ഇത് R2 കിടക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? R1 × R2. സോ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു? എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എക്സ്, R1, R2 എന്ന് പറഞ്ഞാൽ R1ഉം R2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് മെമ്മറി ലൊക്കേഷനിലായ എക്സിലേട്ട് കൊണ്ട് സേവ് ചെയ്യണം. അപ്പോൾ അതും എന്താണ്? 3 അഡ്രസ് ഫോർമാറ്റ്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 2 അഡ്രസ്സിലും അത് ചെയ്യാൻ പറ്റും. 2 അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി ലെങ്തി ആയിട്ടായിരിക്കും. A + B, C + D സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ എയിലിരിക്കുന്ന അഡ്രസ് ലൊക്കേഷൻ എയിലിരിക്കുന്നതിൽ R1 കൊണ്ടുവന്നു. ദെൻ ആഡ് R1, B എന്ന് പറഞ്ഞാൽ R1 വാല്യൂവും ബി മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂവും തമ്മിൽ ആഡ് ചെയ്തിട്ട് R1 സേവ് ചെയ്യുക. അടുത്തത് R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് C കൊണ്ടുവരിക. ദെൻ ആഡ് R2, D എന്ന് പറഞ്ഞാൽ ഡിയിലിരിക്കുന്ന കണ്ടൻറ്റും R2 എന്ന് പറയുന്ന രജിസ്റ്ററിലിരിക്കുന്ന കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് തിരിച്ച് എവിടെ കൊണ്ടുവെക്കുക? R2 കൊണ്ടുവെക്കുക. ഇപ്പോൾ റിസൾട്ട് രണ്ട് R1 and R2 ദെൻ MUL എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പം MUL R1, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1ഉം R2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് R1 കൊണ്ട് സേവ് ചെയ്യുന്നുണ്ടാവും. ദെൻ മൂവ് X, R1 എന്ന് പറഞ്ഞാൽ R1 വാല്യൂ കൊണ്ടുവന്ന് മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതെല്ലാം 2 ബിറ്റ് അഡ്രസ്സാണ്, അല്ലെങ്കിൽ 2 അഡ്രസ് ഫോർമാറ്റാണ്. അതിൽ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് മൂവിങ്, ജസ്റ്റ് അസൈനിങ് എന്നാണ് മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ബാക്കി ആഡ് ഒക്കെ MUL ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. MOV എന്ന് പറയുന്ന മൂവാണ്, മൂവിങ്, ജസ്റ്റ് അസൈനിങ് വാല്യൂസ്. ഓക്കെ,
ദെൻ അത് 1 അഡ്രസ്സിൽ എഴുതുമ്പോൾ ലോഡ് എ എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്ററിലേക്ക് AC എന്ന് പറയുന്ന അക്യൂമുലേറ്ററിലേക്ക് എ മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ കൊണ്ട് പ്ലേസ് ചെയ്യും. ദെൻ ആഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂമുലേറ്റർ കണ്ടൻറ്റും ബി മെമ്മറി ലൊക്കേഷൻ കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് അക്യൂമുലേറ്ററിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. സ്റ്റോർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ നമ്മുടെ 1 അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 എപ്പോഴും എന്തായിരിക്കും, അക്യൂമുലേറ്റർ ആയിരിക്കും. ഇത് നമ്മൾ സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ A+Bയുടെ റിസൾട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന കണ്ടൻറ്റ് ടി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ കൊണ്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ അക്യൂമുലേറ്ററിലേക്ക് C ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ കൊണ്ടുവെക്കുന്നു. ദെൻ ആഡ് ഡി എന്ന് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ ഡിയിലിരിക്കുന്നതും അക്യൂമുലേറ്ററും തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എവിടെ കൊണ്ടുവെക്കും, അക്യൂമുലേറ്ററിൽ കൊണ്ടുവെക്കും. ഓക്കെ. ദെൻ MULT എന്ന് പറഞ്ഞാൽ ടിയിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത കണ്ടൻറ്റ്, ആദ്യത്തെ A+Bയുടെ റിസൾട്ട് ടിയിലിരിപ്പുണ്ട്. അതും അക്യൂമുലേറ്ററിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ആഡ് ചെയ്തതുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അക്യൂമുലേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുക. സ്റ്റോർ എക്സ് എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്ററിൽ ഇപ്പോൾ കിട്ടിയത് ഫൈനൽ റിസൾട്ടാണ്. അത് എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. ദെൻ 0 അഡ്രസ് ഫോർമാറ്റ്. സീറോ അഡ്രസ്സിനകത്ത് നമുക്ക് AB പുഷ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻസ് ആയിട്ടല്ല നമ്മുടെ സ്റ്റാക്കായിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ എയിലിരിക്കുന്നത് സ്റ്റാക്ക് ഓഫ് ടോപ്പിൽ കൊണ്ടുവെക്കും. പുഷ് B എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത ടോപ്പിലേക്ക് കൊണ്ടുവെക്കും. ദെൻ ആഡ് ചെയ്യും. ദെൻ പുഷ് ചെയ്യുന്നു. അടുത്ത 2 പുഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് അറിയാം. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 എയും ബിയും കൊണ്ടുവച്ചിട്ട് അടുത്ത ആഡ് ബി എന്ന് പറഞ്ഞാൽ അത് രണ്ടും പോപ്പ് ചെയ്ത് എയും ബിയും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് അഡിഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവന്ന് തിരിച്ച് സ്റ്റാക്കിൽ പുഷ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ദെൻ സിയും ഡിയും എടുക്കുക. സിയും ഡിയും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെല്ലാം തിരിച്ച് നമ്മൾ സ്റ്റാക്കിലേക്ക് കൊണ്ടുവെക്കുന്നത് പോലെ നിങ്ങൾ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷനും ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റാക്കിലേക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു സംഭവം കാണുമ്പോൾ, ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ അതിനകത്ത് വച്ചിരിക്കുന്ന ഓപ്പറാൻസ് രണ്ടും പുറത്തേക്കെടുത്ത് അതിൽ ഈ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുക. റിസൾട്ട് തിരിച്ച് സ്റ്റാക്കിൽ കൊണ്ടുവന്ന് പുഷ് ചെയ്യുക. വീണ്ടും സിയും ഡിയും കൊണ്ടുവന്ന് പുഷ് ചെയ്തു. വീണ്ടും ഒരു അഡീഷൻ കാണുമ്പോൾ ആ സിയും ഡിയും മാത്രം പുറത്തെടുക്കുക, അതിനെ പ്ലസ് ചെയ്യുക, രണ്ടും താഴെ കൊണ്ട് വെക്കുക. അടുത്ത MUL മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു സൈൻ കാണുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ആഡ് ചെയ്ത കണ്ടൻറ്റും ഉണ്ട്, രണ്ടാമത് ആഡ് ചെയ്ത കണ്ടൻറ്റും ഉണ്ട്. അത് രണ്ടും കൂടി പോപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാക്കിലിരിക്കുന്നതിനെയാണ് നമ്മൾ പോപ്പ് ചെയ്ത് മെമ്മറിയിലേക്ക് കൊണ്ട് വെക്കുന്നത്. അതാണ് പോപ്പ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് യൂസിങ് രജിസ്റ്റേഴ്സ്. എന്തിനാണ് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രജിസ്റ്റേഴ്സ് ഫാസ്റ്ററാണ്, ഷോർട്ടർ ഇൻസ്ട്രക്ഷൻസ്. ദ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ഈസ് സ്മോളർ. ദറ്റ് ഈസ് 32 രജിസ്റ്റേഴ്സ് need 5 bits. 5 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 32 രജിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി വരും. പൊട്ടൻഷ്യൽ സ്പീഡപ്പാണ്. മിനിമൈസ് ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് ഡേറ്റ ഈസ് മൂവ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ മെമ്മറി ആൻഡ് പ്രോസസ്സർ രജിസ്റ്റേഴ്സ്. അതായത് ഡേറ്റാസ് എല്ലാം നമ്മുടെ രജിസ്റ്റേഴ്സ് തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറിയിലേക്ക് പോയി അത് തിരിച്ച് ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം പ്രോസസ്സറിനകത്ത് തന്നെയുള്ള ജനറൽ പർപ്പസ് ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നേരെ ഡേറ്റ എടുത്ത് ALUവിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അവിടെ വെക്കും. ഇനി നമ്മൾ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പറഞ്ഞ MAR രജിസ്റ്ററും MBR രജിസ്റ്ററും എല്ലാം വേണം ഇവിടെ നിന്ന് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഫെച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ടൈം കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പെർഫോമൻസ് നടക്കും. ഇനി നമ്മൾ അഡ്രസ്സിങ് മോഡ്സ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് അതാണ് നമ്മൾ 3 അഡ്രസ്സ്, 2 അഡ്രസ്സ്, 1 അഡ്രസ്സ്, 0 അഡ്രസ്സ് പഠിച്ചത്.
ദെൻ നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the way the operands are chosen during the program execution is dependent on the addressing mode of the instructions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡേറ്റ ചൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഓപ്പറാൻസ് ആണ് നമ്മൾ ഡേറ്റ ആയിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത് അഡ്രസ്സിങ് മോഡായിരിക്കും. ദെൻ അഡ്രസ്സിങ് മോഡിനകത്ത് നമുക്ക് ഓപ്കോഡ് ഫീൽഡ് ഉണ്ട്, ഓപ്പറാൻഡ് ഫീൽഡ് ഉണ്ട്, ദെൻ അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. ദെൻ എഫക്റ്റീവ് അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വൽ ലൊക്കേഷൻ, ഓപ്പറാൻഡ് ഇരിക്കുന്ന ആക്ച്വൽ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് EA എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ്, ഒരു ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പറാൻഡ് ഇരിക്കുന്ന ആക്ച്വൽ ലൊക്കേഷനെയാണ് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. Addressing mode specifies the rule for interpreting or modifying the address field of the instructions before the operand is actually referenced. നമ്മുടെ ഓപ്പറാൻഡ് ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസിനകത്തിരിക്കുന്ന അഡ്രസ് ഫീൽഡിനെ എടുക്കുന്നത്, ആ വേ പറയുന്നതാണ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത്. ഓപ്കോഡ്, മോഡ്, ഓപ്പറാൻസ്. ഇത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും വരാം കേട്ടോ. നമ്മൾ നേരത്തെ 0 to 12 ഓപ്പറാൻസ് ഒരു അഡ്രസ്സ്, ദെൻ ഒരു 3 ഓപ്കോഡ്, ദെൻ 1 മോഡ്. അത് തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അഡ്രസ്സിങ് മോഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്, രജിസ്റ്റർ അഡ്രസ്സിങ്, അബ്സല്യൂട്ട് ഓർ ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡെക്സ് അഡ്രസ്സിങ്, ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ്, റിലേറ്റീവ്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, ഓട്ടോ ഡിക്രിമെൻറ്റ്. ഇത്രയും അഡ്രസ്സിങ് മോഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്മീഡിയറ്റ് നമ്മൾ അങ്ങോട്ട് വരുന്ന സെഷനിൽ എന്താണ് ഇമ്മീഡിയറ്റ്, എന്താണ് രജിസ്റ്റർ, എന്താണ് എന്നുള്ളത് ഈ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ അഡ്രസ്സിങ് മോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് മോഡ്, രജിസ്റ്റർ മോഡ്, absolute or direct mode, indirect mode, index mode, base with index and offset, relative mode, auto increment and auto decrement. Okay.